സ്വർണ്ണവിലയ്ക്ക് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് കേട്ടോ. വൻ തകർച്ചയിൽ നിന്ന് ഗോൾഡ് ഒരുപാട് കരകയറി വന്നു. ഗാസയിൽ സീസ്ഫയർ ഉണ്ടാകുന്ന അവസ്ഥയില്ല കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പലസ്തീൻ ഒഫീഷ്യൽസ്, അമേരിക്ക പറഞ്ഞു അത് ഞങ്ങൾക്ക് സമ്മതമാണ് എന്നൊക്കെ പലസ്തീൻ ഒഫീഷ്യൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് ഇസ്രായേൽ ഒഫീഷ്യൽ അത് അങ്ങനെയൊന്നുമില്ല, വിക്കോഫ് അങ്ങനെ പറയുന്നില്ല, US മിഡിൽ ഈസ്റ്റ് എൻവോയ് പിന്നെ വിക്കോഫും പറഞ്ഞു അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല, അങ്ങനെ ഒരു സീസ്ഫയർ ധാരണ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല എന്നുള്ളത്. അതായത് ആ പ്രശ്നം സോൾവ് ആയിട്ടില്ല എന്നുള്ളത്. അത് സോൾവ് ആവുമെന്ന് പലരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റുള്ള ടെൻഷൻസൊക്കെ അതേപോലെ തന്നെ വരുന്നു. ഗോൾഡിൻ്റെ പ്രത്യേകിച്ച് ഗോൾഡ് ഇത്ര താഴേക്ക് പോയാലും അവിടെ താഴണില്ല എന്നുള്ളതാണ്. കാരണം മൂഡീസ് ഏജൻസിൻ്റെ ക്രെഡിറ്റ് ഡൗൺ ഗ്രേഡിങ്ങും ഈ ഒരു ഡെപ്റ്റ് ക്രൈസിസും ഫിസ്ക്കൽ ഒരു വലിയ രീതിയിൽ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നതൊക്കെ ഗോൾഡ് ഇപ്പോഴും അട്രാക്റ്റ് ചെയ്യാൻ ഇൻവെസ്റ്റേഴ്സിന് കാരണമായി മാറുന്നു. ഗോൾഡ് 71,600 ഇപ്പോൾ ഉള്ളത്. നല്ല തകർച്ചയൊക്കെ ഉണ്ടായിരുന്നു, ശരി തന്നെ. ഇപ്പോൾ നാളെ ഡോളർ അവസ്ഥയിൽ നോക്കുകയാണെങ്കിൽ ഉണ്ട്, പക്ഷേ ഡോളറല്ല നമ്മളത് കറൻസി അല്ലേ. അപ്പോൾ നാളെ സ്വർണ്ണവിലയിൽ മാറ്റമൊന്നും ഉണ്ടാവാത്ത നിലയിലൂടെയാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്.